ഹലോ, ഇന്ന് നമ്മൾ നല്ല അടിപൊളി ഒരു പുഡിങ്ങിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റിയുള്ള ഒരു അടിപൊളി പുഡിങ്ങാണിത്. ഇതിൽ നമ്മൾ എഗ്ഗൊന്നും യൂസ് ചെയ്യുന്നില്ല, ഈ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റിയൊരു പുഡിങ്ങാണ് കേട്ടോ. അപ്പോൾ ഈ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിലും ഈ വീഡിയോയ്ക്ക് താഴെയുള്ള റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തേക്കണേ. അതിൻ്റെ അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കാം. അപ്പം നമുക്ക് നമ്മുടെ പുഡിങ് റെഡിയാക്കാനായിട്ട് തുടങ്ങാം. അപ്പം അതിന് വേണ്ടിയിട്ട് ആദ്യം നമുക്ക് ഷുഗർ ഒന്ന് കാരമലൈസ് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഒരു 1/4 കപ്പ് ഷുഗർ അതിലേക്ക് ആഡ് ചെയ്തെടുത്തിട്ടുണ്ട് ഒരു പാനിലേക്ക്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് കാരമലൈസ് ആയിട്ട് വരണം. നമുക്ക് ഇളക്കി കൊടുക്കൊന്നും വേണ്ട. ഇങ്ങനെ തിളപ്പിച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഇടയ്ക്കൊന്ന് പാത്രം ഒന്ന് ഷേക്ക് ചെയ്ത് കൊടുത്താൽ മതി. അപ്പം നമുക്കിത് താനെ ഒരു ഗോൾഡൻ കളറിലായിട്ട് വരും. അപ്പോൾ അത് കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇതിന് നല്ലൊരു ഗോൾഡൻ കളർ പെർഫെക്റ്റ് കളറായിട്ട് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമ്മൾ തീ ഓഫ് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ ഏതിലാണ് പുഡിങ് സെറ്റ് ചെയ്യുന്നത് അതിലേക്ക് ഇത് ഒഴിച്ച് കൊടുത്തിട്ട് പെട്ടെന്ന് തന്നെ എല്ലാ ഭാഗത്തേക്കും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ഷുഗർ പെട്ടെന്ന് തന്നെ സെറ്റായിട്ട് പോകും. അപ്പോൾ നമുക്കതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി ഞാൻ എടുത്തിട്ടുള്ളത് 8 സ്ലൈസ് ബ്രെഡാണ്. അതിൻ്റെ അരികൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. അതിന് ശേഷം നമുക്കതൊന്ന് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ നല്ല ഫൈനായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്കിനി ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇത് നമുക്കിനി ഏറ്റവും അവസാനമാണ് ആവശ്യം വരിക കേട്ടോ. അപ്പോൾ ഇനി അടുത്തതായിട്ട് എടുത്തിട്ടുള്ളത് ഒരു 4 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡറാണ്. അതിലേക്കൊരു 1/4 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഒട്ടും കട്ടയില്ലാതെ നന്നായിട്ട് ഇളക്കിയിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കണം. നമുക്ക് ഈ വെള്ളത്തിന് പകരം അതേ അളവിൽ പാലും ചേർത്ത് കൊടുക്കാവുന്നതാണ്. പാല് ചൂടില്ലാത്ത റൂം ടെമ്പറേച്ചറിലുള്ള പാലിൽ മിക്സ് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. അപ്പം വേണമെങ്കിൽ പാലും ഉപയോഗിക്കാം. അപ്പോൾ അതുപോലെ മിക്സ് ചെയ്തിട്ട് നമുക്കിതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. പിന്നെ അടുത്തതായിട്ട് ഞാനൊരു പാൻ എടുത്ത് അടുപ്പത്ത് കത്തിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/2 ലിറ്റർ അളവിൽ പാല് ഒഴിച്ച് കൊടുക്കാം. ഇനി പാലിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് 1/2 കപ്പ് പഞ്ചസാരയാണ്. മധുരം കുറച്ചുകൂടി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടി പഞ്ചസാരയുടെ അളവ് കൂട്ടി കൊടുക്കാം. 1/2 കപ്പ് ഏകദേശം പാകം അളവാണ്. അപ്പോൾ 1/2 കപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. പഞ്ചസാര ഒന്ന് അതിൽ അലിഞ്ഞ് വരുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കാം. അതിന് ശേഷം പാലൊന്ന് തിളയ്ക്കാനായിട്ട് സമയം കൊടുക്കാം. നമ്മുടെ പാല് തിളച്ച് തുടങ്ങുന്ന സമയത്ത് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള കസ്റ്റാർഡ് പൗഡറിൻ്റെ മിക്സ് ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഇപ്പോൾ നമ്മുടെ പാലൊന്ന് തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് കസ്റ്റാർഡ് പൗഡറിൻ്റെ മിക്സ്ചർ ചേർത്ത് കൊടുക്കാം. അപ്പോൾ അത് നന്നായിട്ട് ഇളക്കി ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ചേർത്ത് കൊടുക്കുന്ന സമയത്ത് തന്നെ നമുക്ക് പാല് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്തുകൊണ്ടിരിക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ കസ്റ്റാർഡ് പൗഡർ അതിൽ കട്ടായിട്ട് കിടക്കും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ട് ഇളക്കി ഒഴിക്കുന്ന അതേ സമയം തന്നെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ നമ്മുടെ കസ്റ്റാർഡ് പൗഡറൊക്കെ നന്നായിട്ട് മിക്സായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഒട്ടും കട്ടയൊന്നും കിട്ടിയിട്ടില്ല. ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ബ്രെഡ് ക്രംസ് ചേർത്ത് കൊടുക്കണം. അതും കട്ട കെട്ടാതെ വേണം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാൻ. അപ്പം കുറച്ചായിട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ. നമ്മൾ കേക്കിനൊക്കെ ചെയ്യുന്ന മാതിരി 3 പാർട്ടായിട്ടും 2 പാർട്ടായിട്ടൊക്കെ വേണം അത് ചേർത്ത് കൊടുക്കാനായിട്ട്. അപ്പം കുറച്ചായിട്ട് ചേർത്തിട്ട് ഞാൻ ഇപ്പോൾ അത് മുഴുവനായിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് ഒട്ടും കട്ടകളില്ലാതെ ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ നമ്മുടെ ബ്രെഡ് ക്രംസ് കൂടി അതിൽ നന്നായിട്ട് ലയിച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ടിന്നുണ്ടല്ലോ, കാരമലൈസ് ചെയ്ത് ഷുഗർ ഒഴിച്ച് വെച്ചാൽ ആ ടിന്നിൻ്റെ മുകളിലേക്ക് നന്നായിട്ട് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ അതാ നമ്മുടെ മിക്സ് റെഡി ആയിട്ടുണ്ട് പുഡിങ്ങിൻ്റെ. ഇനി നമുക്കിത് നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ആ ചൂട് തന്നെ ഒഴിച്ചു കൊടുക്കുകയാണ്. നമ്മൾ ഫുള്ള് കേക്ക് ടിന്നിലേക്ക് ഒഴിച്ചതിന് ശേഷം ചെറുതായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കണം. ഒന്ന് ലെവലായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതിന് ശേഷം നമ്മളിത് സ്റ്റീമറിലാണ് കുക്ക് ചെയ്തെടുക്കുന്നത്. അപ്പം സ്റ്റീമറിൽ ചെയ്യുന്ന സമയത്ത് അതിലേക്ക് വെള്ളമൊക്കെ അടുത്ത് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഫോയിലോ അല്ലെങ്കിൽ നല്ലൊരു അടപ്പോ വെച്ചിട്ട് കവർ ചെയ്തിട്ട് വേണം നമ്മളിത് കുക്ക് ചെയ്തെടുക്കാൻ. ഏകദേശം ഒരു 20 മിനിറ്റ് മുതൽ 30 മിനിറ്റ് വരെ നന്നായിട്ട് സ്റ്റീമറിലൊന്ന് കുക്ക് ചെയ്തെടുക്കുക. ഇപ്പോൾ കുക്ക് ചെയ്തെടുത്തതിന് ശേഷം ഞാൻ ചൂടൊക്കെ ആറിയതിന് ശേഷം ഫ്രീസറിൽ വെച്ചൊന്ന് സെറ്റ് ചെയ്തെടുത്തതാണിത്. അപ്പോൾ നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. മെല്ലെ ഒന്ന് എടുത്ത് കൊടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പുഡിങ്ങാണിത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായമൊക്കെ ഒന്ന് കമൻറ്റിൽ അറിയിക്കുക കേട്ടോ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക. മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യുക കേട്ടോ.
താങ്ക്സ് ഫോർ വാച്ചിങ്.